പ്രേംലാല്, ബംഗ്ലാദേശിൽ നിന്നുള്ളൊരു വാർത്തയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. രാഷ്ട്രീയ അസ്വസ്ഥതകളും അതുപോലെ തന്നെ നയതന്ത്രപരമായ തർക്കങ്ങളും നിലനിൽക്കെ തന്നെ ഇന്ത്യയിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ അരി ഇറക്കുമതി ചെയ്യാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ. ആഭ്യന്തര പ്രശ്നങ്ങൾക്കിടെ കൂടുതൽ വിലയുള്ള അരി മറ്റിടങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് സാമ്പത്തികമായി രാജ്യത്തെ പ്രതിസന്ധിയിലാക്കുമെന്ന് കണ്ടാണ് ഇന്ത്യയിൽ നിന്നുള്ള അരി കുറഞ്ഞ വിലയിലുള്ള അരി വാങ്ങാൻ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ സമ്മതിച്ചെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായി ബംഗ്ലാദേശിൽ ഭയങ്കര ആഭ്യന്തര സംഘർഷങ്ങളൊക്കെ മറ്റേ നിലനിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ അരി വാങ്ങാനുള്ള ബംഗ്ലാദേശിൻ്റെ നീക്കത്തെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? തുഫയിലെ ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയത് കഷ്ടിച്ച് 2 വർഷമേ ആയിട്ടുള്ളൂ. അവിടെ ഷെയ്ഖ് ഹസീന ഭരണകൂടം മാറി മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിൽ പുതിയൊരു ഭരണസമിതി വന്നതോടുകൂടിയാണ് ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ടുള്ള ബന്ധം വഷളായത്. ഇപ്പോ മുൻകാലങ്ങളിൽ ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ടാണ് ഏറ്റവും വലിയ വ്യാപാര സഹകരണവും തൊട്ടടുത്ത രാജ്യമെന്ന നിലയിൽ ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് അവർക്ക് പ്രായോഗികമായിട്ട് ഏറ്റവും എളുപ്പമുള്ള വഴി അത് തന്നെയായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ വിളവെടുക്കുന്ന അരി അതിന്റെ ഗുണനിലവാരത്തിലും അതിന്റെ ലഭ്യതയിലും ഏറ്റവും അനുയോജ്യമായതുകൊണ്ട് ഇന്ത്യയിൽ നിന്നാണ് ഭൂരിഭാഗം അരി ബംഗ്ലാദേശിൽ എത്തിക്കൊണ്ടിരുന്നത്. അത് കാലാകാലങ്ങളായിട്ടുള്ള സംഗതിയാണ്. പക്ഷെ സമീപ കാലങ്ങള് ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ടുള്ള ഒരു അസ്വാരസ്യങ്ങളിലേക്ക് കടന്നപ്പോൾ ഇന്ത്യ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇങ്ങോട്ടുള്ള അരി കയറ്റുമതിയിലൊക്കെ വലിയ നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ വീണ്ടും ബംഗ്ലാദേശ് ഇന്ത്യയോട് ആവശ്യപ്പെടുകയാണ്, ഇന്ത്യയിൽ നിന്ന് 50,000 ടൺ അരി അവർക്ക് ആവശ്യമുണ്ട്, അതും കുറഞ്ഞ നിരക്കിൽ. ഒരു ടണ്ണിന് 355 അമേരിക്കൻ ഡോളർ. അത് ഇന്ത്യൻ വിലയിൽ കണക്കാക്കുമ്പോൾ 1 കിലോ അരിക്ക് ഏകദേശം 32 രൂപയ്ക്ക് അടുത്ത് വരും. ഈ നിരക്കിലുള്ള ഗുണനിലവാരമുള്ള അരി ആണ് ബംഗ്ലാദേശ് ഇന്ത്യയിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. അത് ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സംഭവം ഉണ്ടായി. ഇന്ത്യയിലെ ഈ അരി കയറ്റുമതിക്കാർ അവർ സംഘടിതമായിട്ട് ഇന്ത്യൻ നയതന്ത്ര കാര്യാലയത്തിൽ വന്ന് പറഞ്ഞു, ബംഗ്ലാദേശിലോട്ടുള്ള അരി കയറ്റുമതി അത് നിയന്ത്രിക്കണം. ഒരു പറ്റം ഇന്ത്യൻ കയറ്റുമതിക്കാർ മാത്രമാണ് ഇപ്പൊ ബംഗ്ലാദേശിലോട്ടുള്ള അരി കയറ്റുമതിക്ക് വേണ്ടി മുൻകൈ എടുക്കുന്നത്. മറ്റുള്ളവർക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ല. കാര്യം ഇന്ത്യയിൽ വിളവെടുക്കുന്ന ഇന്ത്യൻ അരിക്ക് ലോകവ്യാപകമായ ഒരു സ്ഥിരം മാർക്കറ്റ് ഉണ്ട്. ബംഗ്ലാദേശിനെ മാത്രം ആശ്രയിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ തൽക്കാലമില്ല. ഇപ്പൊ അമേരിക്കയായിട്ട് പോലും വലിയ വ്യാപാര യുദ്ധം നിലനിൽക്കുമ്പോൾ പോലും ഇന്ത്യൻ അരിയുടെ കയറ്റുമതിയിൽ യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. കാര്യം അതിന്റെ രുചിയാണ് പ്രധാന ഘടകം. ഇപ്പോ ഈ ബസ്മതി റൈസ് പോലുള്ള അരിയൊക്കെ ആണെങ്കിൽ ഇന്ത്യൻ ബസ്മതി റൈസിന് അതിന്റെ ഗുണനിലവാരം മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന അരിക്ക് അത് അനുകരിക്കാൻ സാധിക്കില്ല. അതും ഒരു നിർണായക ഘടകമായിട്ടുണ്ട്. അങ്ങനെയും മനസ്സിലാക്കണം. ഈ ഒരു ഘട്ടത്തിലാണ് ബംഗ്ലാദേശ് ഇപ്പോൾ ഇന്ത്യയോട് അരി ആവശ്യപ്പെടുന്നത്. അത് ഒരു ടണ്ണിന് 355 ഡോളർ കണക്കാക്കി 50,000 ടൺ അരിയാണ് ആവശ്യപ്പെടുന്നത്. ഇതേ അവസ്ഥയിൽ തന്നെ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശ് 50,000 ടൺ അരി വാങ്ങുന്നുണ്ട്. പക്ഷെ അതിൽ വില എന്ന് പറയുന്നത് 395 അമേരിക്കൻ ഡോളറാണ്. അതായത് രണ്ട് രാജ്യങ്ങളും തമ്മിൽ അന്തരം ഏതാണ്ട് 40 ഡോളർ, ഒരു ടൺ അരിക്ക് 40 ഡോളറിന്റെ വില അന്തരമുണ്ട്. ഇപ്പോൾ ബംഗ്ലാദേശിനെ സംബന്ധിച്ച് കുറെ കൂടി ലാഭകരമായ സംഗതി ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നത് തന്നെയാണ്. ഇപ്പൊ മൊത്തം ലാഭം നോക്കുമ്പോൾ ഏകദേശം ഒറ്റ ഇടപാടിൽ മാത്രം ഏതാണ്ട് 17.9 കോടി രൂപയുടെ ലാഭം ബംഗ്ലാദേശിനുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇപ്പൊ ബംഗ്ലാദേശ് ഇപ്പോൾ അനുഭവിക്കുന്നത് അവിടെ വലിയ ഭക്ഷ്യക്ഷാമമുണ്ട്. കാര്യം തുടർച്ചയായ വെള്ളപ്പൊക്ക കെടുതികളെ തുടർന്ന് അവിടെ വലിയ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. കൂടാതെ അവിടെ ആഭ്യന്തരമായിട്ടുണ്ടായിരുന്ന അസ്വാരസ്യങ്ങളും മറ്റും അസ്ഥിരമായ ഗവൺമെന്റ്, മറ്റ് രാഷ്ട്രീയ പ്രതിസന്ധികളെല്ലാം ചേർത്ത് അവിടെ പണപ്പെരുപ്പം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. അവശ്യ സാധനങ്ങളുടെ വിലയും വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ അവിടെ അരിക്ക് വില എന്ന് പറയുന്നത് പ്രാദേശിക വിപണിയിൽ മീഡിയം ക്വാളിറ്റി അരി 1 കിലോയ്ക്ക് 80 ടാക്ക, അതായത് അവിടുത്തെ കറൻസിയിൽ 80 രൂപയാണ് നിലവിൽ 1 കിലോ അരിക്ക് നൽകേണ്ടത്. അപ്പൊ ഈ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയിട്ട് അവര് ഈ വലിയ രീതിയിൽ ഇറക്കുമതി പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള നടപടികളെടുത്തു. ഇപ്പോൾ ഇറക്കുമതി ചുങ്കമൊക്കെ പൂർണ്ണമായിട്ട് എടുത്തു മാറ്റി. എന്നിരുന്നാൽ പോലും അരി കിട്ടുന്നില്ല. ഇപ്പൊ വിയറ്റ്നാമിൽ നിന്നൊക്കെ അരി കൊണ്ടുവരാനായിട്ടും പാകിസ്ഥാനിൽ നിന്നൊക്കെ അരി കൊണ്ടുവരാനായിട്ടും ഒരു നടപടി എടുത്തെങ്കിലും ആ കൊണ്ടുവരുന്ന അരി ഈ വിപണിയിൽ ഉയർന്ന വിലയ്ക്ക് വിൽക്കാൻ പറ്റുള്ളൂ. വലിയ അന്തരമുണ്ട്. അപ്പോൾ അവർക്ക് ഏറ്റവും പ്രായോഗികമായിട്ടുള്ള സംഗതി ഇന്ത്യയിൽ നിന്ന് അരി വാങ്ങുക എന്നുള്ളതാണ്. മുൻകാലങ്ങളിലും ഇന്ത്യ ബംഗ്ലാദേശിന് അരി കൊടുത്തിരുന്നു. ഇപ്പൊ ദുരിതാശ്വാസ പ്രളയ സമയത്തൊക്കെ സൗജന്യമായിട്ട് പോലും ഇന്ത്യ അരി ബംഗ്ലാദേശിന് കൈമാറിയിരുന്നു. അപ്പൊ ഇവിടെ ഇന്ത്യ എടുത്തിരിക്കുന്ന നിലപാട്
ഇപ്പൊ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യവും ഭക്ഷ്യ സുരക്ഷയുമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല എന്നുള്ളതാണ് തീരുമാനം. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ അരി കയറ്റുമതിക്കാരിൽ ചിലർ സംഘടിതമായിട്ട് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ബംഗ്ലാദേശിലോട്ട് കയറ്റുമതി തൽക്കാലം നിർത്തിവെക്കണമെന്നൊക്കെ. പക്ഷെ അത് തൽക്കാലം സ്വീകരിക്കുന്നില്ല. ഇന്ത്യ ബംഗ്ലാദേശിന് അരി നൽകാൻ തന്നെയാണ് തീരുമാനം. ഈ രാഷ്ട്രീയ തർക്കവും ഇത്തരത്തിലുള്ള വ്യാപാരവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ തീരുമാനം എന്നുള്ളത് പറയുന്നു. ഇക്കാര്യത്തിൽ ബംഗ്ലാദേശിൽ നിന്ന് തന്നെ വന്ന ഒരു പ്രതികരണമുണ്ട്. സലാഹുദ്ദീൻ അഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഈ മുഹമ്മദ് യൂനിസ് സർക്കാരിന്റെ സാമ്പത്തികകാര്യ ഉപദേശകനാണ്. അദ്ദേഹം പറയുന്നത്, നിലവില് ബംഗ്ലാദേശിന്റെ രാജ്യ താല്പര്യത്തിനപ്പുറം ചില ബാഹ്യ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. അത് ഈ വ്യാപാരത്തെയും അതേപോലെയുള്ള കാര്യങ്ങളെയും വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. അതാണ് വാസ്തവത്തിൽ ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭത്തിന് കാരണം. അല്ലാതെ ബംഗ്ലാദേശ് ഭരണകൂടത്തിന് ആ കാര്യത്തിലൊന്നും നേരിട്ട് ഇടപെടലില്ല എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. ഏതായാലും ഇന്ത്യ ഇക്കാര്യത്തില് അനുകൂലമായ നിലപാട് എടുത്തു. കാരണം നമ്മുടെ ഏറ്റവും അടുത്തുള്ള വിപണി എന്ന രീതിയിൽ കൂടി ഇപ്പൊ പശ്ചിമ ബംഗാളൊക്കെ വലിയ രീതിയിൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്നൊക്കെ പെട്ടെന്ന് അങ്ങോട്ടേക്കുള്ള ഒരു വിപണി, തൊട്ടടുത്തുള്ള വിപണി എന്ന നിലയ്ക്ക് കൂടിയാണ് ഇന്ത്യ ബംഗ്ലാദേശിനെ കാണുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഇവിടെ ബംഗ്ലാദേശ് സ്വീകരിച്ചിരിക്കുന്ന മറ്റൊരു പരിപാടി, ഈ 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിന് ശേഷം പാകിസ്ഥാനുമായിട്ട് അവർക്ക് നേരിട്ട് വ്യാപാര ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ വർഷം ആദ്യം പാകിസ്ഥാനുമായിട്ട് നേരിട്ട് ഒരു വ്യാപാര ബന്ധം പുനരാരംഭിച്ചു. പാകിസ്ഥാനിൽ നിന്ന് മാത്രം 50,000 ടൺ അരി അവർ കൊണ്ടുവന്നു. പക്ഷെ കൊണ്ടുവന്നത് ഒരു ടണ്ണിന് $499 എന്ന നിരക്കിലാണ്. അപ്പോൾ വലിയ വിലവർധനമാണ് എന്നുള്ളതുകൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഇവർക്ക് നിലവിൽ വരുന്ന സാമ്പത്തിക വർഷം 2026-27 സാമ്പത്തിക വർഷം 9 ലക്ഷം ടൺ അരിയുടെ ആവശ്യകത ഉണ്ടെന്നുള്ളതാണ് കണക്ക്. ആ 9 ലക്ഷം ടൺ അരിയിൽ 2 ലക്ഷം മ്യാൻമാറിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും സമാഹരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ബാക്കിയുള്ള 7 ലക്ഷം ടൺ അരി അത് ഇന്ത്യയിൽ നിന്ന് തന്നെ കിട്ടണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നിലപാട്. ഈ മുഹമ്മദ് യൂനിസ് സർക്കാർ അധികാരമേറ്റതിന് ശേഷം നേരത്തെ ഈ ഗവൺമെന്റ് ടു ഗവൺമെന്റ് പർച്ചേസ് എന്ന ഒരു രീതിയിലാണ് ഇടപാടുകൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇന്ത്യ സർക്കാരും ബംഗ്ലാദേശ് സർക്കാരും തമ്മിലുള്ള ഇടപാടൽ എന്ന രീതിയിലാണ് ഈ അരി കയറ്റുമതി അടക്കമുള്ള കാര്യങ്ങൾ നടന്നിരുന്നതെങ്കിൽ ഈ മുഹമ്മദ് യൂനിസ് സർക്കാർ വന്നതിന് ശേഷം അതില് അന്താരാഷ്ട്ര ടെൻഡർ എന്ന രീതിയിൽ നടപടി സ്വീകരിച്ചു. ആഗോള ടെൻഡർ വിളിച്ചിട്ട് ആരാണ് ഏറ്റവും കുറഞ്ഞ തുക കോട്ട് ചെയ്യുന്നത് അവർക്ക് കരാർ ഉറപ്പിക്കുക എന്നുള്ളതാണ് നടപടി വന്നത്. ഇപ്പൊ അതുകൊണ്ട് പറ്റിയ ഫലം എന്താ വെച്ചാൽ, ഇപ്പോ ഗൾഫിലുള്ള ദുബായ് ആസ്ഥാനമായിട്ടുള്ള ചില മധ്യവർത്തികൾ, ചില ബ്രോക്കർമാർ, അവരാണ് ഇപ്പോൾ ബംഗ്ലാദേശിന്റെ അരി അതിന്റെ വിതരണ അവകാശം നേടിയിരിക്കുന്നത്. പക്ഷെ അവര് അരി സമാഹരിക്കുന്നത് ഇന്ത്യയിൽ നിന്നും. അപ്പൊ നേരിട്ട് ഇന്ത്യയിൽ നിന്ന് വാങ്ങാനുണ്ടായിരുന്ന ആ ഒരു സാധ്യത അടച്ചുകൊണ്ടാണ് അവര് ഗൾഫിൽ നിന്ന് അല്ലെങ്കിൽ ദുബായിൽ നിന്നൊക്കെ, ദുബായിൽ അരി ഉൽപ്പാദിപ്പിക്കാൻ യാതൊരു സംവിധാനവും ഇല്ലാത്ത നാടാണ്. പക്ഷെ സാങ്കേതികമായിട്ട് ദുബായിൽ നിന്നാണ് ഇപ്പോ ബംഗ്ലാദേശ് വലിയ തോതിൽ അരി ഇറക്കുമതി ചെയ്യുന്നത് എന്നുള്ള ഒരു വസ്തുതയും ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നിലവില് ഇന്ത്യയിലെ ഈ അരി കയറ്റുമതിക്കാർ ഇന്ത്യൻ സർക്കാരിനോട് ആവശ്യപ്പെട്ട് ബംഗ്ലാദേശിലോട്ടുള്ള അരി കയറ്റുമതി നിർത്തിവെക്കണം എന്ന് ആവശ്യപ്പെടാനുള്ള കാരണം, ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ടുള്ള പല ഇറക്കുമതികളിലും വലിയ നിയന്ത്രണം അവർ കൊണ്ടുപോകും. പ്രത്യേകിച്ച് ചണം, നമ്മുടെ ഇവിടെ ഈ അരിച്ചാക്കടക്കം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ചണത്തിന്റെ ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ടുള്ള ബംഗ്ലാദേശ് ഇന്ത്യയിലോട്ടുള്ള കയറ്റുമതി അവർ നിയന്ത്രിച്ച് നിർത്തിയിട്ടുണ്ട്. സമീപ ദിവസങ്ങളിൽ മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു. ഇന്ത്യൻ കമ്പനിയായ അദാനി, അവർ പാകിസ്ഥാനിലേക്ക് വൈദ്യുതി ലഭ്യമാക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഭീമമായ കുടിശ്ശിക അദാനിക്ക് കിട്ടാനുള്ളതിന്റെ പേരില് അദാനി അങ്ങോട്ടുള്ള വൈദ്യുതി നിയന്ത്രണം ഭാഗികമായി നിർത്തലാക്കിയിരുന്നു. പക്ഷെ അത് ഇടക്കാലത്ത് അത് പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ് അറിയാം. വലിയ ഭീമമായ ഒരു കുടിശ്ശിക ഉണ്ടായിരുന്നു. ഏതാണ്ട് 3,500 കോടിയോളം രൂപ ഒറ്റത്തവണയായിട്ട് ബംഗ്ലാദേശ് ഭരണകൂടം അടച്ചു. പിന്നെ അതിന്റെ തുടർന്ന് ഈ നിയന്ത്രണം, താൽക്കാലികമായുള്ള നിയന്ത്രണം പിൻവലിക്കപ്പെട്ടു. അങ്ങനെ ബംഗ്ലാദേശിനുള്ള വൈദ്യുതി വിതരണം ഏതാണ്ട് പുനഃസ്ഥാപിക്കപ്പെട്ടു എന്നുള്ളതാണ് വിവരം. അതിനോടൊപ്പം തന്നെയാണ് ബംഗ്ലാദേശിലോട്ടുള്ള അരി കയറ്റുമതിയിൽ നേരത്തെ നമ്മൾ സ്വീകരിച്ചിരുന്ന നയത്തില് വലിയ വ്യതിയാനം വരുത്തി അങ്ങോട്ടേക്ക് അരി കൊടുക്കാം എന്നുള്ളൊരു നിലപാടെടുത്തേക്കുന്നത്. പക്ഷെ വാസ്തവത്തിൽ ബംഗ്ലാദേശിന്റെ പൊതുവിലുള്ള അവരുടെ നയത്തിന് വലിയ തിരിച്ചടി ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവം. കാര്യം ഇന്ത്യയെ തള്ളിപ്പറഞ്ഞ ബംഗ്ലാദേശ് നിക്കക്കള്ളിയില്ലാതെ ഇന്ത്യയോട് അപേക്ഷിക്കുന്ന ഒരു നില വന്നു. ആ അപേക്ഷ തൽക്കാലം നമ്മൾ നിരസിച്ചില്ല എന്നുള്ളത് ഒരു തൽക്കാലം ഇന്ത്യയുടെ ഒരു ഔദാര്യമായിട്ട് ബംഗ്ലാദേശ് കരുതും എന്നുള്ളതാണ് നമ്മൾ കരുതേണ്ടത്. ഏതായാലും ഇതിന്റെ പേരില് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നിലവിലെ സംഘർഷങ്ങൾക്ക് അയവില്ല. അത് ആ രീതിയിൽ തന്നെ തുടരുന്നു. അതിർത്തിയിൽ വലിയ പ്രശ്നങ്ങളുണ്ട്.
ബംഗ്ലാദേശിന്റെ ഉള്ളിൽ ആഭ്യന്തര സംഘർഷങ്ങൾ തുടരുന്നു. അവിടെ ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭങ്ങളും തുടരുന്നു, ഹിന്ദുത്വ വിരുദ്ധ പ്രക്ഷോഭങ്ങളും തുടരുന്നുണ്ട്. അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ബംഗ്ലാദേശ് ഭരണകൂടം കൃത്യമായ നടപടി എടുക്കണം എന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. പക്ഷെ അക്കാര്യത്തിൽ ഇപ്പോഴും തൃപ്തികരമായ യാതൊരു നടപടിയും ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത.